ദിവസങ്ങളായി അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടി അർജുനെ കണ്ടെത്തുന്നതുവരെ ആ വാർത്തയ്ക്ക് പിന്നാലെ പായുന്ന മാധ്യമ പ്രവർത്തകരും ആ മാധ്യമ ദൗത്യം നിറവേറ്റുകയാണ്. വിനേഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? അവിടെ ഈ കർണാടക സർക്കാർ, അവിടുത്തെ പ്രാദേശിക ഒരു ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും റവന്യൂ മന്ത്രിയും ഒക്കെ അവിടെ വന്നു പോയതാണ്, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കർണാടക സർക്കാരിൻ്റെ അവിടുത്തെ MLA-യുടെ സജീവ സാന്നിധ്യം അവിടെയുണ്ട്, ഒപ്പം കളക്ടർ അവിടെ വന്നു പോകുന്നുണ്ട്. അതിനപ്പുറം സർക്കാരിൻ്റെ പ്രതിനിധികളും അവരുടെ ഇടപെടലുമൊക്കെ അത്ര ആർജവത്തോടെ അവിടെ നടക്കുന്നുണ്ടോ? എന്താണ് വിനേഷിന് ഈ 2 ദിവസത്തെ അനുഭവം അവിടെ ബോധ്യപ്പെടുത്തുന്നത്? സജിത്ത്, അവരുടെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്, കൃത്യമായി രക്ഷാദൗത്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇതിന്റെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും ഇതിന്റെ ഈ ഒരു ദുഷ്കരമായ ദൗത്യവും ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരു മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ ആയിട്ട് പോലും ലോറി കണ്ടെത്താനോ അല്ലെങ്കിൽ അത് ഈ അർജുനെ കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റുള്ള 3 പേരുണ്ട്, 2 പേരുണ്ട്, അവരെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലും കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനു വേണ്ടി വീണ്ടും തുടർച്ചയായി ഉള്ള രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സമ്മർദ്ദം ഉണ്ടാകുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇത് അനുസരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എങ്ങനെ ഇതുമായി ഇനിയും ഇതുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ കർണാടകയുടെ മുമ്പിലും മറ്റ് പോംവഴികളൊന്നും അവരുടെ മുമ്പിൽ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അവിടെ പ്രധാനപ്പെട്ട നീക്കമായി കൂടി അത് മാറുകയാണ്. നമുക്ക് കാത്തിരിക്കാം ശുഭപ്രതീക്ഷയുമായി. അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്തായാലും തിരച്ചിൽ നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. സാധ്യതകൾ പലതുണ്ട് നമുക്ക് മുന്നിൽ. എന്തായാലും എല്ലാ സാധ്യതയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അവിടെ ഈ ഈശ്വർ മൽപേ അദ്ദേഹം ഇന്ന് മുങ്ങലിന് വേണ്ടി അദ്ദേഹം ഇറങ്ങുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ സജ്ജമാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ അത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഫൈബർ ബോട്ടിൽ അവിടെ ആ മേഖലകളിൽ അവർ സജ്ജമാണ്. ഒഴുക്കിൽ പെട്ടുപോയാൽ മുങ്ങുന്നയാൾക്ക് ആ കടുത്ത ഒഴുക്ക് ഉണ്ടാവേണ്ടി വരികയാണെങ്കിൽ അയാളെ സംരക്ഷിച്ചു നിർത്താൻ വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്താൻ ഉള്ള സജ്ജീകരണങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ പലവട്ടവും ഈ വടം തന്നെ പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാനാവുന്നത് ഇപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ സംഘം മാത്രമാണുള്ളത്. നേവി സംഘത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്നലെ നേവി സംഘവും സമാന്തരമായ സമീപങ്ങളിൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം അവിടെ ഈ തിരച്ചിൽ പ്രവർത്തനം പുരോഗമിക്കുന്നു എന്നതാണ്. ആ തിരച്ചിൽ പ്രവർത്തനത്തിൽ നിർണായകമാവുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ദൗത്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ പുഴയുടെ ആഴങ്ങളിലെത്തി അവർക്ക് കണ്ടെത്താനാവുന്ന ചെളിയിൽ പൂണ്ടുപോയിരിക്കുന്ന ശക്തമായ ആ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ അത് കണ്ടെത്താനായെങ്കിൽ അത് ഇതുവരെയുള്ള തിരച്ചിലെ സുപ്രധാനമായ ഘട്ടമാണ്. മൽപേ സംഘം അവരിപ്പോൾ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2 സാധ്യതകൾ. ഒന്ന്, ഈ ക്യാബിനിലേക്കുള്ളിൽ കയറിയുള്ള പരിശോധനയാണ് ഒന്ന്. പക്ഷേ മണ്ണ് മൂടപ്പെട്ടു പോയെങ്കിൽ അവിടെ പരിശോധന അസാധ്യമാവും. അങ്ങനെയെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ഈ വാഹനം ഏതെങ്കിലും വിധേന പൊക്കിയെടുക്കാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ സാധാരണ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയതുപോലെയല്ല, മറിച്ച് മണ്ണിൽ മൂടപ്പെട്ടു പോയ ഒരു വാഹനം പൊക്കിയെടുക്കണമെങ്കിൽ അതിന് അസാധാരണമായ ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും. അതിന് കരയിൽ നിന്നുള്ള സപ്പോർട്ട് വേണ്ടി വരും. അത്തരം സാധ്യതകളും സാഹചര്യങ്ങളും കണ്ടെത്താനാകുന്നുണ്ടോ എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതിൽ ലോറി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും തുടരുക തന്നെ ചെയ്യും. നിലവിൽ ഈ ദൗത്യം അതിനു മുന്നിൽ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്നത് തന്നെയാണ് സാഹചര്യം. ആദ്യ ദിവസത്തെ പോലെയല്ല, ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് മുന്നിൽ വെല്ലുവിളികൾ വർദ്ധിച്ചു വരികയാണ്. ആ വെല്ലുവിളികളെ അതിജീവിച്ചു കണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയും എന്നതാണ്. ശാസ്ത്രീയമായി നമുക്ക് സംവിധാനം ഉള്ളത് നേവിയുടേതാണ്. പക്ഷേ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിപ്പരിശോധനയ്ക്കുള്ള വെല്ലുവിളി പുഴയുടെ അടിത്തട്ടിലെ ശക്തമായ അടിയൊഴുക്കാണ്. ആ അടിയൊഴുക്ക് നിയന്ത്രിക്കാൻ മറ്റ് സാധ്യതകൾ തേടാൻ കഴിയുമോ എന്ന പരിശോധന കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അത്തരം സാധ്യത തേടൽ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയേ വേണ്ടും. തീർച്ചയായും ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മലയാളികൾ. സജ്ജമായി ഗംഗാവലി നദിയുടെ ആഴങ്ങളിലെ പരിശോധന തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത്
ഈശ്വർ മൽപ്പയുടെ സംഘം അവിടെ പരിശോധനയ്ക്ക് വേണ്ടി സജ്ജമാവുകയാണ്. ദൂരെ കാണുന്നത് പോലെ, അതായത് കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള കോൺടാക്ട് നമ്പർ 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന, നേരത്തെ സോണാൽ പരിശോധനയിലും തെർമൽ മാപ്പിങ്ങിലും ഐബോർഡ് പരിശോധനയിലുമൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്ന ആ പോയിന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഈ പരിശോധന. കഴിഞ്ഞ 23-ാം തീയതി വൈകിട്ടാണ് പുഴയിൽ തന്നെയാണ് ഈ വാഹനമുണ്ടത് എന്ന കണ്ടെത്തലുണ്ടാവുന്നത്. തുടർന്ന് പുഴയുടെ വിവിധയിടങ്ങളിൽ നിന്നും സിഗ്നൽ ലഭ്യമാവുന്നു. ആദ്യ സിഗ്നൽ ലഭ്യമായത് 60 മീറ്റർ അകലെയാണ്. പിന്നീട് അത് ആദ്യം 20 മീറ്റർ അകലെ, പിന്നീട് അത് 60 മീറ്റർ അകലേക്ക് മറ്റൊരു സിഗ്നൽ ലഭ്യമാവുന്നു. അങ്ങനെ തുടർന്നുള്ള പരിശോധനകളിൽ പുഴയുടെ 4 ഇടങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന സിഗ്നലുകൾ ക്രോഡീകരിച്ചു. ഒടുവിൽ 132 മീറ്റർ അകലെയുള്ള സിഗ്നൽ പോയിന്റിൽ തന്നെയാണ് വാഹനമുള്ളത് എന്ന വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്. വേഗത്തിലൊരു ഇടവേളയാണ്, മടങ്ങി വരാം.